എസ് ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. HR അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു എക്സൽ ഫംഗ്ഷനാണ് vlookup ഫംഗ്ഷൻ. vlookup ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ഈ എംപ്ലോയി ഐഡിയിലുള്ളവരുടെ നെയിം, ജോയിൻ ഡേറ്റ്, ജോബ് ടൈറ്റിൽ, നാഷണാലിറ്റി, റെസിഡൻസ് ID, റെസിഡൻസ് ID എക്സ്പയറി, പാസ്പോർട്ട് എക്സ്പയറി, സാലറി, വെക്കേഷൻ ഡേയ്സ്, വെക്കേഷൻ സാലറി എങ്ങനെ തയ്യാറാക്കാം. അതിനായി ഈ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ എംപ്ലോയി ഐഡിയായ 1002 എന്ന കോളത്തിന് നേരെയുള്ള കോളത്തിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം vlookup എന്ന് ടൈപ്പ് ചെയ്യുക. ലുക്കപ്പ് വാല്യൂ അഥവാ എംപ്ലോയി ഐഡിയായ 1002 എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കോമ ടേബിളിലെ ലിസ്റ്റിലേക്ക് വരിക. ഒന്നാമത്തെ കോളത്തിൽ കഴ്സർ വെച്ച് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് ടേബിൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. കോമ കോളം ഇൻഡെക്സ് നമ്പർ അഥവാ കോളം നമ്പർ നെയിം 1 2 എന്ന് ടൈപ്പ് ചെയ്യുക. കോമ ട്രൂ അപ്രോക്സിമേറ്റ് മാച്ച്, ഫാൾസ് എക്സാക്റ്റ് മാച്ച്. നമുക്ക് കിട്ടേണ്ടത് ഫാൾസ് എക്സാക്റ്റ് മാച്ച് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ എംപ്ലോയി ഐഡിയുടെ നെയിമായ ബാലൻ ഇവിടെ ടൈപ്പ് ചെയ്തതായി കാണാം. ശേഷം മൗസ് പോയിന്റിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ മറ്റുള്ള എംപ്ലോയി ഐഡിയിലെ എല്ലാ നെയിമും ടൈപ്പ് ചെയ്തതായി കാണാം. അതിൽ 2 നെയിം മാത്രം റോങ് ആയത് കാണാം. കാരണം ഇത് ഓർഡർ അല്ലാത്തതിൻ്റെ പേരിലാണ്. അതിനായി ഈ കോളത്തിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം ഇവിടെ വന്ന് കീബോർഡിലെ F4 പ്രസ് ചെയ്ത് $സൈൻ അപ്ലൈ ചെയ്യുക, അബ്സല്യൂട്ട് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം കഴ്സർ ഇവിടെ വെച്ച് മൗസ് പോയിന്റിൽ വെച്ചതിന് ശേഷം എൻ്റർ ചെയ്താൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് വന്നതായി കാണാം. അടുത്തത് ജോയിൻ ഡേറ്റ് vlookup വാല്യൂ സെലക്ട് ചെയ്ത കോമ ടേബിളിലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് വീണ്ടും ടേബിൾ കംപ്ലീറ്റായി സെലക്ട് ചെയ്യുക. കോമ ജോയിൻ ഡേറ്റ് കോളം ഇൻഡെക്സ് നമ്പർ അഥവാ കോളം നമ്പർ 3 ടൈപ്പ് ചെയ്യുക. കോമ ഫാൾസ് എക്സാക്റ്റ് മാച്ച് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. വീണ്ടും കഴ്സർ ഇവിടെ വെച്ച് F4 പ്രസ് ചെയ്ത് $സൈൻ അപ്ലൈ ചെയ്യുക, അബ്സല്യൂട്ട് ചെയ്യുക, എൻ്റർ. മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ കൃത്യമായി ടൈപ്പ് ചെയ്തതായി കാണും. മറ്റൊരു എളുപ്പ വഴി കൂടി പറഞ്ഞു തരാം. ഇവിടെ വന്ന് ഫോർമുല ബാറിൽ നിന്നും ഇത് കോപ്പി ചെയ്യുക. ശേഷം എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് ജോബ് ടൈറ്റിൽ എന്ന ഈ കോളത്തിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം വീണ്ടും ഫോർമുല ബാറിൽ പോയി കൺട്രോൾ V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. ജോബ് ടൈറ്റിൽ എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 6 3 പകരം 6 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റായി സെലക്ട് ചെയ്യുന്നതായി കാണാം. അടുത്തത് നാഷണാലിറ്റി. വീണ്ടും കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ഫോർമുല ബാറിൽ വന്ന് വീണ്ടും പേസ്റ്റ് ചെയ്യുക. നേരത്തെ കോപ്പി ചെയ്തുകൊണ്ട് എപ്പോഴും കോപ്പി ചെയ്യേണ്ടതില്ല. നാഷണാലിറ്റി എന്ന കോളം
കോളം നമ്പർ 9, 3 പകരം 9 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. കോളം കംപ്ലീറ്റായി സെലക്ട് ചെയ്യുക. അടുത്തത് റെസിഡൻസ് ഐ ഡി. ഫോർമുല ബാറിൽ വന്ന് വീണ്ടും കൺട്രോൾ V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് റെസിഡൻസ് ഐ ഡി ആയ കോളം നമ്പർ 10, 3 പകരം 10 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് റെസിഡൻസ് ഐ ഡി എക്സ്പയറി. കോളത്തിൽ വരിക. ഫോർമുല ബാറിൽ കൺട്രോൾ V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. എക്സ്പയറി ഡേറ്റ് 11, 3 പകരം 11 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ വന്ന് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് കോളവും ഫില്ല് ചെയ്യുക. പാസ്പോർട്ട് എക്സ്പയറി. അടുത്തത് പാസ്പോർട്ട് എക്സ്പയറി. ഫോർമുല ബാറിൽ വന്ന് വീണ്ടും കൺട്രോൾ V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. പാസ്പോർട്ട് എക്സ്പയറി കോളം നമ്പർ 5, 3 പകരം 5 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ വന്ന് പ്രസ് ചെയ്ത് കോളം കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുക. സാലറി. അടുത്തത് സാലറി. കോളം 12. ഈ കൺട്രോൾ V ഉപയോഗിച്ച് ഫോർമുല ബാറിൽ വീണ്ടും പേസ്റ്റ് ചെയ്ത് 3 പകരം 12 എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. മൗസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റായി ടൈപ്പ് ചെയ്യുന്നതായി കാണാം. അടുത്തത് വെക്കേഷൻ ഡേയ്സ്. വീണ്ടും ഫോർമുല ബാറിൽ വരിക. കൺട്രോൾ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. വെക്കേഷൻ ഡേയ്സ് നമ്പർ കോളം നമ്പർ 14, 3 പകരം 14 എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. ശേഷം മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ഡെസിമൽ പോയിന്റിന് ശേഷം നമ്പേഴ്സ് ടൈപ്പ് ചെയ്തായി കാണാം. അതിനായി ഈ കോളത്തിൽ വരിക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ലിൽ പോവുക. കസ്റ്റം എന്ന ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് 0 സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ശേഷം മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് വെക്കേഷൻ സാലറി. ഇവിടെ വന്ന് കോപ്പി ചെയ്യുക. വെക്കേഷൻ സാലറി എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 15, 3 പകരം 15 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇതേ ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെയും നമ്പേഴ്സ് വന്നതായി കാണാം. അതിനായി ഫോർമാറ്റ് സെല്ലിൽ പോവുക. കസ്റ്റം സെലക്ട് ചെയ്യുക. 0 സെലക്ട് ചെയ്യുക. ഓക്കെ എൻ്റർ ചെയ്യുക. ശേഷം മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഈ കാണുന്ന എംപ്ലോയി ഐ ഡിയുടെ വെക്കേഷൻ ഡീറ്റെയിൽസ് ആയ നെയിം, ജോയിൻ ഡേറ്റ്, ജോബ് ടൈറ്റിൽ, നാഷണാലിറ്റി, റെസിഡൻസ് ഐ ഡി, റെസിഡൻസ് ഐ ഡി എക്സ്പയറി, പാസ്പോർട്ട് എക്സ്പയറി, സാലറി, വെക്കേഷൻ ഡേയ്സ്, വെക്കേഷൻ സാലറി കൃത്യമായി ടൈപ്പ് ചെയ്യുന്നതായി കാണാം. ഇതുപയോഗിച്ച് ഈ കാണുന്ന എംപ്ലോയി ഐ ഡിയിലുള്ള എംപ്ലോയിയുടെ വെക്കേഷൻ ട്രിപ്പ്
ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതാണ്. വെക്കേഷൻ ഡേറ്റ് കണ്ടെത്തുന്നതിനായുള്ള ഇക്വേഷൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ കാണുന്നതിനായി വർക്കിംഗ് ഡേയ്സിനെ 30 കൊണ്ട് ഹരിച്ചതിന് ശേഷം ഇൻറ്റു 2.5 അഥവാ ഒരു എംപ്ലോയി പെർ മന്തിൽ 2.5 ഡേയ്സ് വെക്കേഷനായി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതിനായുള്ള ഇക്വേഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.